നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ ആനക്കുട റെസിഡൻസ് അസോസിയേഷൻ തിരുവനന്തപുരം RCCയുമായി സഹകരിച്ച് സമ്പൂർണ്ണ ക്യാൻസർ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നു. കാരിക്കോട് അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഭക്തജനങ്ങളുടെ പൊതുയോഗം നടന്നു. അഖില കേരള സഹകരണ വാരാഘോഷത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തൊടുപുഴ പെൻഷൻ ഫണ്ട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ ആനക്കുട റെസിഡൻസ് അസോസിയേഷൻ തിരുവനന്തപുരം RCCയുമായി സഹകരിച്ച് സമ്പൂർണ്ണ ക്യാൻസർ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുകയാണ്. 500 രൂപ മുതലുള്ള പോളിസി എടുക്കുന്നവർക്ക് ആനുപാതിക ചികിത്സാ ചെലവ് ലഭിക്കുന്ന പദ്ധതിയാണിത്. റെസിഡൻസ് അസോസിയേഷന്റെ 4ാമത് വാർഷിക പൊതുയോഗത്തിൽ ഡോക്ടർ ജോസ് സ്റ്റീഫൻ ചാഴികാട്ട് ചികിത്സാ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വാർഷിക പൊതുയോഗം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് TS ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ കൌൺസിലർമാരായ സുധാകരൻ നായർ, K ദീപക്, അഡ്വക്കേറ്റ് പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും അതുപോലെ മറ്റ് സാമൂഹ്യ രംഗത്തും വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള അസോസിയേഷൻ വളരെ കുറവാണ്. അതിലേറ്റവും മെച്ചപ്പെട്ട ഒരു അസോസിയേഷനാണ് നിങ്ങളുടെ ആനക്കുട റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അസോസിയേഷനിലൂടെ ചെയ്ത കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഒരു അസോസിയേഷന്റെ രൂപീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആനക്കുട പ്രദേശം എന്ന് പറയുന്നത് 25 വർഷങ്ങൾക്ക് പിന്നോട്ട് നോക്കിയാൽ ഇത്രയധികം ആൾതാമസം ഉണ്ടായിരുന്നില്ല, വീടുകളുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് നമ്മുടെ തൊടുപുഴയിൽ ആനക്കുട പ്രദേശത്ത് ഇത്രയും വീടുകളും ആ വീടുകളിലെ ആളുകളുമൊക്കെയായി ഒരു വലിയ ആൾക്കൂട്ടമുള്ള പ്രദേശമായി മാറിയത്. അപ്പോൾ ഈ ആനക്കുട പ്രദേശത്തെ പറ്റി സൂചിപ്പിക്കുമ്പോൾ ഇവിടെ 93 കുടുംബാംഗങ്ങളാണ് ഈ അസോസിയേഷനിലുള്ളത്. അപ്പൊ ഈ പുതിയതായി വന്നിരിക്കുന്ന കുടുംബങ്ങൾ പരസ്പര ബന്ധവും പരസ്പര ആശയവിനിമയവും ഒന്നും നടത്താൻ കഴിയാത്ത ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന കുടുംബങ്ങളുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരുടെ എല്ലാ വിഷയങ്ങളിൽ ഇടപെടുവാനും എല്ലാ പ്രവർത്തനങ്ങളിൽ അസോസിയേഷന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരിക്കോട് അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഭക്തജനങ്ങളുടെ പൊതുയോഗം നടന്നു. തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന പൊതുയോഗം NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് തട്ടക്കുഴ രവി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ KB സുധാകരൻ അധ്യക്ഷനായിരുന്നു. വിവിധ സാമുദായിക സംഘടനാ നേതാക്കളായ TKSN പിള്ള, പത്മഭൂഷൺ, ശ്രീകുമാർ, PNS പിള്ള, TN രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് 151 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. 2014 മാർച്ച് 3-നാണ് പുനഃപ്രതിഷ്ഠ. മാറിപ്പോയി അതിൽ നിന്നത്തെ രീതിയിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് പുനരുദ്ധരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഹിന്ദുവിന്റെ ആവശ്യമല്ല, ഈ രാജ്യത്തെ ആവശ്യം. എന്തിനാണ് ഈ ക്ഷേത്രം ഇങ്ങനെ ജീർണിച്ചു കിടക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ക്ഷേത്രം പുനരുദ്ധരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി പ്രത്യേകിച്ച് ഹിന്ദുക്കൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രദേശത്ത് നശിച്ചു കിടന്നാൽ നമ്മൾ എത്ര സമ്പന്നന്മാരുമായിക്കോട്ടെ, എത്ര കഴിവുള്ളവരായിക്കോട്ടെ, എത്രമാത്രം വളർന്നവരായിക്കോട്ടെ, ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരായിക്കോട്ടെ, ഒരു തരത്തിലും നമ്മുടെയും നമ്മുടെ വീടിന്റെയും കുടുംബത്തിനും ഒരിക്കലും ഒരു ഐശ്വര്യം ഉണ്ടാവുകയില്ല എന്നത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ വായിക്കുന്നുണ്ടായിരിക്കും. ഈ രാവിലെ എഴുന്നേറ്റ് നിങ്ങളൊക്കെ സങ്കീർത്തനങ്ങൾ വായിക്കുകയാണ്, അത്ഭുതനാമൊക്കെ വായിക്കുക. അതിനകത്ത് ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, സകീർത്തിയ നാരായണ ശബ്ദമാത്രം സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം
നാരായണ എന്നുള്ള ആ ശബ്ദം കൊണ്ട് മാത്രമേ, ആ ഉച്ചാരണം കൊണ്ട് മാത്രമേ, ആ നാമജപം കൊണ്ട് മാത്രമേ എത്ര പണ്ഡിതനായാലും എത്ര പണക്കാരനായാലും എത്ര വലിയവനാണെന്ന് വിശ്വസിക്കുകയോ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറണമെങ്കിൽ ആ ഭഗവാൻ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് കഴിയണമെന്ന് വിഷ്ണു സഹസ്രനാമം. കാഞ്ഞിരമറ്റം സഹൃദയ റെസിഡൻസ് അസോസിയേഷൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസോടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ഉറുമ്പിപ്പാലത്തിന് സമീപം KVMS ഹാളിൽ ഡോക്ടർ KR സുരേഷ്, ഡോക്ടർ മിനി സുരേഷ് എന്നിവർ ക്ലാസ് നയിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് R മാധവൻ നായർ, സെക്രട്ടറി KP പൈലി എന്നിവർ നേതൃത്വം നൽകി. എണ്ണ, നെയ്യ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക. നിങ്ങൾക്കറിയാം, നമുക്ക് ഒരു ദിവസം എത്ര സ്പൂണ് അല്ലെങ്കിൽ എത്ര മില്ലി എണ്ണ ഒരു ദിവസം ഉപയോഗിക്കാം എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു ദിവസം എത്ര മില്ലി എണ്ണ ഉപയോഗിക്കാന്ന് ആർക്കെങ്കിലും? ഏതാണ്ട് 500 മില്ലി എണ്ണ ഒരു മാസം. അപ്പം 15 അല്ലെങ്കിൽ 16 മില്ലി എണ്ണയാണ് ഒരു ദിവസം ഒരാൾക്ക് ഉപയോഗിക്കാവുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവിലത്തെ എന്താ പറയുക, ഒരു പൂരിയിൽ തന്നെ ചിലപ്പം 25 മില്ലി എണ്ണ അകത്താക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവര് ഉച്ചയ്ക്കും വൈകുന്നേരവും എണ്ണ ഇല്ലാത്ത ഭക്ഷണം എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാവുന്ന ഒരു പ്രതിവിധി. അപ്പൊ ചില ആൾക്കാർ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, 500 മില്ലി എണ്ണ വീണ്ടും 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 ഉപയോഗിക്കാമോ ഒരു മാസത്തേക്ക്? ഇല്ല, ഒരു തവണ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എണ്ണയുടെ ആ ഉപഭോഗം കുറയ്ക്കുക. പലപ്പോഴും തമാശയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചായക്കടയിൽ, എല്ലാ ചായക്കടയിലും അങ്ങനെ ആയിരിക്കും, പറയാറുണ്ട്, ആ ചായക്കട തുടങ്ങിയപ്പോൾ ഉള്ള എണ്ണ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. കാരണം അതിൻ്റെ ഏതായാലും പിറ്റേ ദിവസം ചേർത്ത് അവസാനം ഒരു ടാറ് പോലെയുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥ മാറ്റിയിട്ട് നമ്മൾ ഏറ്റവും എണ്ണ എടുക്കുന്ന എണ്ണ അന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കുക, കളയുക. അങ്ങനെ എടുത്താൽ ഒരംഗത്തിന് 20 മില്ലി എണ്ണ പരമാവധി, 20 മില്ലി വരില്ല, 16 മില്ലി എണ്ണ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ സാധാരണ കണക്കൂട്ടാൻ പറയാറുണ്ട്, ഒരു മാസം 4 അംഗങ്ങളുണ്ട്, 2 കിലോ എണ്ണയെ ഒരു വീട്ടിൽ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ളത്. അത് എല്ലാ തരത്തിലും, കടുവറക്കാനാണെങ്കിലും പൊരിക്കാനാണെങ്കിലും വറക്കാനാണെങ്കിലും അത്രയേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിവരാവകാശ നിയമം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സേവ് RTI ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. രാഷ്ട്രീയ കക്ഷികളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നതാണ് പ്രധാന ആവശ്യം. പ്രചരണ പരിപാടിയുടെ ജില്ലാതല പ്രവർത്തനങ്ങൾക്ക് തൊടുപുഴയിൽ തുടക്കമായി. നേതാക്കളായ AB ജോർജ്, അഡ്വക്കേറ്റ് ജോർജ് പുളിക്കൂട്ടിൽ, പുതുശ്ശേരി ശ്രീനിവാസ്, പീറ്റർ മൈലിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു പാർലമെന്റ് മെമ്പർക്ക് ഏതൊക്കെ വിവരങ്ങൾ, ഏതൊക്കെ ഡോക്യുമെന്റുകൾ കിട്ടാൻ അധികാരമുണ്ടോ അത്രയും അധികാരം ഇന്ത്യയിലെ ഒരു പൗരനുണ്ടെന്നാണ് ഈ ആക്ട് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനു മുമ്പ് പാർലമെന്റിലും നിയമസഭയിലും മെമ്പറായിരുന്ന ആളുകൾക്ക് കിട്ടുന്ന എല്ലാ ഡോക്യുമെന്റും നമുക്ക് കിട്ടാം. ഡോക്യുമെന്റ് കിട്ടാന്നുള്ളിടത്ത് മാത്രം നിൽക്കരുത്. നമ്മുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ഏത് ഓഫീസിലെ ഏത് ഫയലും പോയി പരിശോധിക്കാൻ എനിക്ക് അധികാരമുണ്ട്. നമ്മളുടെ ഈ ക്ലാസ് കഴിഞ്ഞ് ചർച്ചയിൽ പങ്കെടുത്ത ഒരാള് യൂത്ത് വെൽഫെയർ ബോർഡിലേക്ക് തന്നെ ഒരു വിവരാവകാശമുണ്ട്. ഇത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്, നിങ്ങളുടെ ഇടപാട് എന്താണെന്ന് ചോദിച്ചൊരു വിവരാവകാശമുണ്ട്. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തന്നെ യൂത്ത് വെൽഫെയർ ബോർഡിലുള്ള ഉദ്യോഗസ്ഥരോടും സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന മുഴുവൻ പരിപാടികളും കംപ്ലീറ്റ് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. വിവരം ചോദിച്ചാൽ 30 ദിവസം ഞാൻ കൊടുക്കണമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ചോദ്യം വന്നാൽ നിങ്ങൾ പിറ്റേ ദിവസം മറുപടി കൊടുക്കും. ഒറ്റ കണ്ടീഷനെ വെച്ചുള്ളൂ, പിറ്റേ ദിവസം മറുപടി കൊടുക്കും. നാളെ ഇതിനെക്കുറിച്ച് ഇവിടെ ചോദ്യം വന്നാൽ എന്റെ ഒരു റിക്വസ്റ്റ് മാഡത്തിനോട്, ഇവിടെ ആര് പങ്കെടുത്തു, എത്ര പേര് പങ്കെടുത്തു, എത്ര ചായ കഴിച്ചു, എത്ര ബിസ്ക്കറ്റ് കഴിച്ചു, അതിന് എത്ര രൂപ ചെലവായി, ഇതാണ് ചോദിക്കാൻ പോകുന്നത്. അഖില കേരള സഹകരണ വാരാഘോഷത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തൊടുപുഴ പെൻഷൻ ഭവൻ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TG ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ബാങ്ക് പ്രസിഡന്റ് EM അഗസ്തി, സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് VV മത്തായി, K സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതാദ്യമായിട്ടാണ് ഇടുക്കി ജില്ലയിൽ ഇതുപോലൊരു സഹകരണ വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം നടക്കുന്നത്. അത് തൊടുപുഴയിൽ വന്നതിന് നമുക്ക് വളരെ അഭിമാനമുണ്ട്. വിവിധ പരിപാടി ഘോഷയാത്രകളും ഒക്കെ നടത്തുന്നുണ്ട്. സഹകരണ രംഗത്ത് വലിയ
നേട്ടമുണ്ടാക്കാൻ കഴിയും. സഹകരണ രംഗത്തെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ധാരാളം സഹകരണ സ്ഥാപനങ്ങളും അതിന് ശാഖകളും ജില്ലാ ബാങ്കിൻ്റെ ശാഖകളുമൊക്കെയുള്ള നമ്മുടെ ജില്ല, അത് ജനങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്ന കാര്യത്തിൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ താല്പര്യം കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ സഹകരണ രംഗത്ത് നമ്മുടെ ജില്ലയ്ക്ക് അതിയായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് യാതൊരു സംശയമില്ല. അപ്പം നമ്മുടെ ഈ വാരാഘോഷ പരിപാടിയുടെ സമാപനം തൊടുകയിൽ നടത്തുമ്പോൾ അതൊരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കുന്നു. വീട്ടമ്മയെ മർദ്ദിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ആക്ഷേപം. മണക്കാട് ആൽപ്പാറ കോളനിയിൽ മണ്ണാട്ടുകുടി സുരേഷിന്റെ ഭാര്യ ബിനിയെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയില്ലെന്നാണ് ആക്ഷേപം. 7-ാം തീയതി 4 മണിയോടെ മദ്യപിച്ചെത്തിയ 4 സംഘം മർദ്ദിച്ചു എന്നാണ് പരാതി. ബിനി തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മദ്യപിച്ചെത്തിയ 1-2 പേര് സംഘം ചേർന്ന് തന്നെ മർദ്ദിക്കുകയാണ് ചെയ്തത്. അത് ഒരു കാരണമില്ലാതെയാണ് മർദ്ദിച്ചത്. കാരിക്കോട് ആശുപത്രിയിൽ അന്നേരം തന്നെ നേരിട്ട് സ്റ്റേഷനിലേക്ക് വരികയും സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആവുകയും ചെയ്തു. 7 മണിയോടുകൂടി പോലീസ് വന്ന് ഇമിഗ്രേഷൻ എടുത്തിട്ട് പോയി. അപ്പോൾ അതിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇന്ന് പോയിരുന്നു. അതിനെപ്പറ്റി അപ്പോൾ എന്നോട് ഇന്ന് ചെന്നപ്പോൾ പറഞ്ഞു ഇനി 2 ദിവസം കൊണ്ട് ഞങ്ങൾ കാത്തിരിക്കും, അപ്പോൾ ഇനി ഒത്തുതീർപ്പാക്കാനായിട്ട് ചെല്ലാനാണ് പറയണത്. ഞങ്ങൾക്ക് ഒത്തുതീർപ്പാക്കാനായിട്ട് താല്പര്യമില്ല, കേസാക്കാനായിട്ട് താല്പര്യം. പോലീസ് സമ്മതിക്കുന്നില്ല. ഞാൻ കേസ് ചാർജ് ചെയ്യാതെ ഇന്ന് കട്ടായം പറഞ്ഞിട്ട് അവർ 2 ദിവസം കൊണ്ട് നോക്കിയിരിക്കാമെന്നാണ് പറയണത്. ശിശുദിനത്തോടനുബന്ധിച്ച് കരിമണ്ണൂർ ദീപ്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അഖില കേരള പ്രസംഗ മത്സരവും ചിത്രരചനാ മത്സരവും നടത്തും. LP വിഭാഗത്തിന് ബാല്യകാലം സുരക്ഷിതമോ എന്ന വിഷയത്തിലും UP വിഭാഗത്തിന് അനാഥമാകുന്ന വാർദ്ധക്യം എന്ന വിഷയത്തിലുമാണ് മത്സരം. ഹൈസ്കൂൾ +2 വിഭാഗങ്ങൾക്ക് മത്സര വിഷയം പ്രസംഗത്തിന് 10 മിനിറ്റ് മുൻപ് നൽകും. സ്കൂൾ പ്രിൻസിപ്പൽ ഐസക് വർഗീസ്, PTA ഭാരവാഹികളായ അഡ്വക്കേറ്റ് മാത്യു കുര്യൻ, TP ജോൺ, അശ്വതി മധു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന ജോലിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് സിനി ആർട്ടിസ്റ്റ് ജാഫർ ഇടുക്കി നിർവഹിക്കും. 4 വിഭാഗങ്ങളിലായിട്ടാണ് പ്രസംഗ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. LP, UP, ഹൈസ്കൂൾ, +2. പ്രസംഗ മത്സരത്തിലെ ഓരോ വിഭാഗത്തിലും ഒരു സ്കൂളിൽ നിന്ന് 2 പേർക്ക് പങ്കെടുക്കാവുന്നതാണ്. 14-ാം തീയതി രാവിലെ 9 മണിക്ക് പ്രസംഗ മത്സരം ആരംഭിക്കും. LP വിഭാഗത്തിൽ ബാല്യകാലം സുരക്ഷിതമോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയും UP വിഭാഗത്തിൽ അനാഥമാകുന്ന വാർദ്ധക്യം എന്നീ വിഷയത്തെ ആസ്പദമാക്കിയാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹൈസ്കൂൾ +2 വിഭാഗങ്ങൾക്ക് പ്രസംഗ വിഷയം 10 മിനിറ്റ് മുമ്പ് നൽകും. ഉച്ച കഴിഞ്ഞ് 1 മണിക്ക് ആരംഭിക്കുന്ന ചിത്രരചനയിൽ നഴ്സറി, LP, UP, ഹൈസ്കൂൾ, +2 വിഭാഗങ്ങൾക്ക് മത്സരമുണ്ടാകും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പെയിൻറ്റിങ്ങിന് ആവശ്യമായ മെറ്റീരിയൽസ് കൊണ്ടുവരേണ്ടതാണ്. വരയ്ക്കാൻ ആവശ്യമായ പേപ്പർ സംഘാടക സമിതി വിതരണം ചെയ്യുന്നതാണ്. ഓയിൽ കളർ അനുവദിക്കുകയില്ല. നഴ്സറി വിഭാഗത്തിൽ തന്നിരിക്കുന്ന ചിത്രം കളർ ചെയ്താൽ മതിയാകും. പ്രസംഗ മത്സര വിജയികൾക്ക് തെക്കേറ്റ് തിപ്പണസ് മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് അവാർഡും നൽകുന്നു. അതുപോലെ പെയിൻറ്റിംഗ് കോമ്പറ്റീഷനിൽ വിജയികളാകുന്നവർക്ക് ഉടുമ്പന്നൂർ സെലക്ട് ഡിസൈനർ ടൈൽസ് നൽകുന്ന ക്യാഷ് അവാർഡും ട്രോഫിയും നൽകുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ആനക്കുട റെസിഡൻസ് അസോസിയേഷൻ തിരുവനന്തപുരം RCCയുമായി സഹകരിച്ച് സമ്പൂർണ്ണ ക്യാൻസർ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നു. കാരിക്കോട് അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഭക്തജനങ്ങളുടെ പൊതുയോഗം നടന്നു. അഖില കേരള സഹകരണ വാരാഘോഷത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തൊടുപുഴ പെൻഷൻ ഫണ്ട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.